ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന്റെ ഒരു പിറ്റേ മാസം തന്നെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് മക്കൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്, എനിക്ക് പോളിസിസ്റ്റിക് ഓവറീസ് ആണെന്ന് ഞങ്ങൾ സ്കാൻ ചെയ്ത് പറഞ്ഞു. PCOD. അപ്പോ അത് ഡോക്ടർ പറഞ്ഞൊരു 4 മാസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ഫസ്റ്റ് പ്രഗ്നൻസി കൺഫേം ചെയ്തത്. അന്ന് ഞങ്ങൾക്ക് വളരെ ആഴത്തിൽ ഇങ്ങനെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയൊരു വചനമാണ്, ഫോർ നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം തിരുവചനം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അത് ഡോക്ടർ ഇനിയിപ്പോ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ കാര്യം ദൈവം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവഹിതം അതാണെങ്കിൽ അത് നടന്നിരിക്കും എന്നുള്ളൊരു വലിയ ബോധ്യം. അത് ഒരു ആൺകുട്ടിയായിരുന്നു. അപ്പൊ അവനൊരു 2 വയസ്സാകുമ്പോഴേക്കും ഞാൻ വീണ്ടും പ്രഗ്നന്റ് ആയി. അപ്പൊ പെട്ടവരെ ആയല്ലോ, നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ വിചാരിച്ചിരുന്നത്, ഇത് തന്നെയാണോ നിന്റെ പ്ലാൻ ആയിരുന്നു എന്നൊക്കെ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിച്ചായിരുന്നു. കാരണം അന്ന് ഞാൻ IT ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് ഞങ്ങളുടെ പ്ലാനോ ഞങ്ങളുടെ സമയമോ ഒന്നും ആയിരുന്നില്ല. അത് ദൈവം തീരുമാനിച്ചൊരു സമയത്ത് ദൈവം തന്നൊരു കുഞ്ഞിനെ ഞങ്ങൾ സ്വീകരിച്ചു. അവിടെ നിന്ന് പിന്നെ 3ാമതൊരു കുഞ്ഞുണ്ടായി. അവൾക്ക് ഈ 2ാമത്തെ കുഞ്ഞിന് ഒരു 1.5 വയസ്സ് പ്രായമുള്ളപ്പോ അടുത്ത ആളിനെയും 1 വയസ്സും 10 മാസം പ്രായമുള്ളപ്പോ 3ാമത്തെ കുഞ്ഞിനെ ജനിച്ചു. ആ പ്രഗ്നൻസി അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി ആയിരുന്നു. അതൊരു പ്ലസന്റൽ അബ്രപ്ഷൻ ആയിരുന്നു. ഇത് അമ്മയോ കുഞ്ഞോ എന്നൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ ആയി പോയായിരുന്നു. അപ്പോ അതിങ്ങനെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ കാരണം എല്ലാവരും ഞങ്ങളെ ഏറ്റവും സ്നേഹിച്ചിരുന്നവരും ഏറ്റവും അടുത്തറിഞ്ഞവരും പറഞ്ഞു, ഇനി മതി, ഇനി നിർത്തിക്കോ, ഇനി ഇത് ശരിയാവില്ല എന്നുള്ളൊരു തോന്നല്, അങ്ങനത്തെ ഒരു മൊത്തം അങ്ങനത്തെ ഒരു വർത്താനൊക്കെ ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ടായിരുന്ന ഒരു ബോധ്യം, ഈ പ്രസവം നിർത്താം, സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കോൺട്രാസെപ്ഷൻ, അത് സഭ തെറ്റാന്ന് പഠിപ്പിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയുന്നുണ്ട്. എന്തുകൊണ്ട് എന്നുള്ളത് ഞങ്ങൾ അന്ന് അത്രയും റിസർച്ച് ചെയ്തൊരു കാര്യമല്ല. പക്ഷെ അത് തെറ്റാണ്, അത് നമ്മൾ ചെയ്യരുത് എന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്ക് 2 പേർക്കും ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു വഴിക്ക് ഞങ്ങൾ ചിന്തിച്ചു. പിന്നെ തന്നെയല്ല, ഞങ്ങൾക്ക് മൂത്തൊരു ആൺകുട്ടി, പിന്നെ 2 പെൺപിള്ളേര്. അപ്പൊ ഞങ്ങൾക്ക് എപ്പോഴും ഒരു ആഗ്രഹമായിരുന്നു, ഈ മൂത്ത ആൺകുട്ടിക്ക് കളിക്കാൻ കൂട്ടിന് ഒരു ആൺകുട്ടി കൂടി ഉണ്ടെങ്കിൽ നല്ലതല്ലേ. അങ്ങനെയാണ് ഞങ്ങൾ 4ാമതൊരു കുഞ്ഞിനെ ആഗ്രഹിച്ചത്. അങ്ങനെ 4ാമതൊരു കുഞ്ഞിനെ പ്രഗ്നന്റ് ആയപ്പോഴാണ് ഞങ്ങളിങ്ങനെ പല ചോദ്യങ്ങൾ ഇങ്ങനെ നേരിടേണ്ടി വന്നത്. 4ാമതും ഇങ്ങനെയൊക്കെ വേണമായിരുന്നോ, ഇതിന്റെ ഒരു ആവശ്യമുണ്ടോ? പക്ഷെ അപ്പോഴാണ് എന്റെ ഹൃദയത്തിൽ വളരെ ആഴ്ന്ന് ഇങ്ങനെ ദൈവത്തിന്റെ തിരുവചനം, സങ്കീർത്തനം 127 3-ാം തിരുവചനം, Psalms 127:3, For children are indeed a heritage from the Lord, the fruit of the womb a reward. മക്കൾ ദൈവത്തിന്റെ ദാനമാണ്, ഉദരഫലം ഒരു സമ്മാനം. അപ്പൊ എന്റെ ആദ്യത്തെ കുഞ്ഞ് ദാനമാണെന്നും സമ്മാനമാണെന്ന് പറയാനും എല്ലാവരും ഉണ്ടായിരുന്നു. 4ാമത്തെ കുഞ്ഞ് അത് തന്നെയാണോ എന്ന് സംശയമായിരുന്നു പലർക്കും.